നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിക്രമൻ നേരത്തെ വന്നോ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ സാർ. കഴിഞ്ഞ തവണ നിന്നെ കണ്ടപ്പോ ഉടനെ പോകണ്ടെന്ന് പറഞ്ഞതിന് കാര്യമുണ്ട്. നീ പുറപ്പെട്ടു കഴിഞ്ഞാൽ കാര്യം നടത്തിയിട്ടേ മടങ്ങൂന്ന് എനിക്കറിയാം. പക്ഷേ കാര്യം നടക്കുന്നതിന് മുമ്പ് സന്ദീപ് മരിച്ചാൽ കമ്പനിയിലും മാധവൻ സാറിന്റെ സ്വത്തുക്കളിലും ഉണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കണമായിരുന്നു. അതിനുവേണ്ടിയാ ഞാൻ നിന്റെ യാത്ര നീട്ടിവെക്കാൻ പറഞ്ഞത്. ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് കാര്യങ്ങൾ എനിക്ക് അനുകൂലമാക്കാൻ പറ്റും. ഇനി വൈകിക്കണ്ട, പുറപ്പെടാം. ഒരു കണക്കിന് ഞാൻ ഈ ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാ. സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് വലിയ പതനമായിരിക്കും. ശ്രീകലയ്ക്ക് സ്നേഹിക്കാൻ അറിയാം, എന്നാൽ അതിന്റെ 10 മടങ്ങ് ദ്രോഹിക്കാനും അറിയാം. വഞ്ചന തിരിച്ചറിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അതുമാത്രമല്ല, അവളുടെ ജീവന്റെ മുക്കാലും സന്ദീപിന്റെ മരണം ശ്രീകലയ്ക്ക് താങ്ങാനാവില്ല. അതിനു പിന്നിൽ ഞാനുണ്ടെന്ന ഒരു തിരിച്ചറിവുണ്ടായാൽ എന്റെ അന്ത്യം കാണാതെ അവൾ അടങ്ങുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഇത്രയ്ക്ക് മുൻകരുതലെടുക്കുന്നത്. സാറിന് എന്നെ വിശ്വസിക്കാം. എല്ലാം വളരെ വളരെ രഹസ്യമായിരിക്കും. ഇതിന്റെ പേരിൽ വിക്രമന് ഇനി മരണശിക്ഷ വന്നാലും സാറിന്റെ പേര് പുറത്തു വരില്ല. അത് മതി, അത്രയും മതി. സന്ദീപ് അവിടെ കൊല്ലൂരിൽ ഏതോ ഒരു ഹോട്ടലിൽ സപ്ലയറായോ വെയിറ്ററായോ ജോലി ചെയ്യുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പലത്തിൽ പോകാറുണ്ടെന്നും തോന്നുന്നു. ഹോട്ടലുകളും അമ്പല പരിസരവും കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ മതി, കണ്ടുപിടിക്കാനാവും. അത് ഞാൻ കണ്ടുപിടിച്ചോളാം സാറേ. എന്നാ വൈകിക്കണ്ട, നാളെ തന്നെ പുറപ്പെട്ടോളൂ. എത്രയും വേഗം കാര്യം നടക്കണം. ശരി സാർ. ഈ ആഴ്ച തന്നെ എനിക്ക് ആ ശുഭവാർത്ത കേൾക്കണം. കേൾക്കും സാർ. ശരി. ഒരു മിനിറ്റ്. ഇത് അഡ്വാൻസ്. ചെലവുകളുണ്ടല്ലോ.